ജീവിതം ഒരു ഓട്ടമത്സരം പോലെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കേണ്ടവരല്ല നമ്മൾ. അടുത്ത തലമുറ തയ്യാറായി കഴിഞ്ഞാൽ ചെങ്കോല് അവർക്ക് കൈമാറി നമ്മുടെ മത്സരങ്ങളെല്ലാം നിർത്താവുന്നതാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും അടുത്ത തലമുറയെ ഏൽപ്പിച്ച് നമുക്ക് പൂർണ്ണ സ്വതന്ത്രരാകാം. ലൗകിക വിഷയങ്ങളിൽ നിന്നും പിന്മാറേണ്ട സമയമാണ് ഇത്. നമ്മൾ സ്വയം പിന്മാറിയില്ലെങ്കിൽ പ്രകൃതി നമ്മളെ പിന്തള്ളും. പ്രതീക്ഷകളെല്ലാം കഴിയുന്നത്ര കുറയ്ക്കേണ്ട സമയമാണിത്. ലോകത്തോട് വിട പറയാൻ തയ്യാറായിരിക്കേണ്ട സമയം. ആരോടും ഒരു പകയും വിദ്വേഷവും ഇല്ലാതെ, ഒരു കണക്ക് തീർക്കലും ബാക്കി വയ്ക്കാതെ സ്വയം ഭൂമിക്ക് സമർപ്പിക്കാൻ തയ്യാറാകേണ്ട സമയം. ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ ശരീരത്തെ തന്നെ ദാനം നൽകാൻ തയ്യാറാകേണ്ട സമയം. ഒരു മൊട്ടുസൂചി പോലും കയ്യിലെടുക്കാതെ പുഞ്ചിരിയോടെ എല്ലാത്തിനോടും വിട പറയാൻ തയ്യാറാകേണ്ട സമയം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാനേ പാടില്ല. സമ്പൂർണ്ണ ത്യാഗത്തിന്റെ ഘട്ടമാണിത്. ചെറുപ്പകാലത്ത് എന്തെല്ലാം നേടാം എന്നതായിരുന്നു ചിന്തയെങ്കിൽ വാർദ്ധക്യകാലത്ത് എന്തെല്ലാം ത്യജിക്കാം എന്ന ചിന്തയ്ക്കാണ് പ്രസക്തി. എന്തെല്ലാം നൽകി, വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ എന്ന ചിന്തയ്ക്കാണ് അവിടെ പ്രാധാന്യം. അന്തിമ വിശകലനത്തിൽ സുഖമായി സൗഖ്യത്തോടെ ജീവിക്കുക എന്നത് തന്നെയാണ് ജീവിത ലക്ഷ്യം. ഭഗവത്ഗീതയിൽ എക്കാലത്തും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അശാന്തസ്യ കുതസുഖം. ശാന്തിയില്ലാത്തവനെ എവിടുന്നാണ് സുഖം? അതെ, ശാന്തിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? അത് തന്നെയാണ് ജീവിതത്തിന്റെ ആകത്തുക.